പൊന്നാരം മക്കളെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോക്കിയിട്ട് പള്ളിക്ക് പോയി ഇരുന്ന് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് ചോറ് കിട്ടിയതാണ്. കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വാട്സപ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുകയല്ലേ. ഇന്നലെ ഇപ്പോൾ ഫേസ്ബുക്ക് കണ്ടപ്പോൾ ഇന്നലെ ഇപ്പോൾ ഇന്ത്യൻ ഗേറ്റിന്റെ അരി വരെ പ്ലാസ്റ്റിക്കിന്റെ അരിയാണ്. അപ്പോൾ വെറുതെ ഒന്ന് ഉരുട്ടി നോക്കിയതാണ്. ഉറപ്പൊന്നുമില്ല, പാകിസ്ഥാനി ആൾ തരുന്നല്ലേ, ഉറപ്പൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഉരുട്ടി നോക്കിയപ്പോൾ തന്നെ ഒരു പശപ്പ് കയ്യുമ്പോൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുക. പിന്നെ വെറുതെ ഒരു സംശയം, അങ്ങനെ ഉരുട്ടി അങ്ങനെ നോക്കിയെന്ന് കണ്ടല്ലേ. അടിപൊളി ബസ്മതി അരിയാണ്. കാണുമ്പോൾ തന്നെ തിന്നാനൊക്കെ തോന്നും. കഴിച്ചിട്ടാണെങ്കിൽ നിൽക്കാനും വയ്യ. തിന്നല്ലാതെ വേറെ വഴിയില്ലല്ലോ. 13 ദിവസം തന്നെ കഴിച്ചു. പള്ളന്റെ ഉള്ളിലെ അവസ്ഥ എന്തൊക്കെയെന്നുള്ളത് പടച്ചോന് മാത്രമേ അറിയൂ. നല്ല അടിപൊളി ടെന്നീസ് ബോൾ മാറ്റി വരും. എന്നിട്ട് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ എറിഞ്ഞു നോക്കിയാൽ മതി. കണ്ടില്ലേ, ചോറാണോ അത്? വല്ലാത്ത ജാതി ചോറ് തന്നെയാണ്. ഈ റമദാൻ മാസം വരെ ആൾക്കാർ എന്താണ് ഇവരൊക്കെ അവസ്ഥ എന്ന് ആലോചിച്ചത്. എന്താ അവസ്ഥ? രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പ് നോക്കിയിട്ട് വൈകുന്നേരം നോമ്പ് തുറക്കുമ്പോ കിട്ടുന്ന പ്ലാസ്റ്റിക്കിന്റെ അരി. ആരോട് പറയാനതൊക്കെ? അതിന്റെ കൂടെ ഒരു ചിക്കനും ആന്ന് ആളെ പൊട്ടിച്ചാൻ വേണ്ടി ചിക്കൻ, അല്ലെങ്കിലേ ചൂടാക്കി തരുന്ന ചോറ. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ചോറ. അതിന്റെ പുറമെ കിട്ടുന്ന ഇതും. അല്ലാഹു അല്ലാഹു അല്ലാഹ്.